എല്ലാവർക്കും രേഷ്മാസ് എംബ്രോയ്ഡറി വ്ളോഗ്സിൻ്റെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഹാൻഡ് എംബ്രോയ്ഡറി വർക്കാണ്. ഹാൻഡ് എംബ്രോയ്ഡറി വർക്കിൽ തന്നെ ബീഡ്സ് വർക്കാണ് ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ബീഡ്സിൻ്റെ കൂടെ നമ്മൾ സീക്വൻസ് കൂടെ ഉപയോഗിക്കുന്നുണ്ട്. സീക്വൻസും ബീഡ്സും കൂടെ ചേർന്നുള്ള ഒരു വർക്കാണ് ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഒരു ടീച്ചിങ് വീഡിയോയാണ്. അപ്പോൾ നമ്മുടെ ആ ടീച്ചിങ് വീഡിയോ കാണിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ടും അറിയിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സീക്വൻസ് വർക്ക്, അതായത് ബീഡ്സ് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യണതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ പെൻസിൽ എടുത്തിട്ടുണ്ട്. ഒരു വര വരയ്ക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വര വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് തുടക്കക്കാർക്കൊക്കെ ഒന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വര വരയ്ക്കണത്. ആ വരയിലൂടെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ചെയിൻ സ്റ്റിച്ച് ആ വരയിലൂടെ ചെയ്യാം. ആദ്യമായിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് തയ്ക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് മനസ്സിലാകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരയ്ക്കണം. ആ വരയിലൂടെ നമുക്ക് തയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് നേരെ തന്നെ ഒരു വളവും പുളവൊന്നും ഇല്ലാതെ നമുക്ക് നേരെ തയ്ച്ചു പോകാനായിട്ട് പറ്റും. നമ്മൾ പെയിൽ ഗോൾഡൻ ത്രെഡാണ് ഞാനിത് തയ്ക്കാനായിട്ട് എടുത്തേക്കുന്നത്. ചെയിൻ സ്റ്റിച്ച് നമുക്ക് തയ്ക്കാം കേട്ടോ. ഇപ്പോൾ കുത്തിയെടുത്ത് ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡുകളിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അത് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കുത്തിയെടുത്തു. ഒന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി ഞാൻ ചെയിൻ സ്റ്റിച്ച് ആദ്യം തയ്ച്ച് കാണിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ചെയിൻ സ്റ്റിച്ച് കൊണ്ട് നമ്മളങ്ങനെ ബീഡ്സ് വർക്ക് ചെയ്യണത് എങ്ങനെയാണെന്ന് ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഈ ചെയിൻ സ്റ്റിച്ച് തന്നെ ഒരു 3-4 ടൈപ്പ് ചെയിൻ സ്റ്റിച്ച് ഉണ്ട്. അതിലൊരു സ്റ്റിച്ചാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. നമുക്ക് ചെയിൻ സ്റ്റിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. വരച്ചെടുക്കുന്നിടം വരെ നമുക്ക് തയ്ക്കാം. ചെയിൻ സ്റ്റിച്ച് നമ്മൾ തയ്ച്ച് തീർത്ത് കഴിഞ്ഞു. നമുക്ക് അടിയിൽ കെട്ടിട്ട് നിർത്താം. അത് കുത്തി അവിടെ നിർത്തിയിട്ട് അടിയിൽ നമുക്ക് കെട്ടിട്ടാൽ മതിയാവും. അത് അഴിഞ്ഞു പോവില്ല. നന്നായിട്ട് നല്ല ടൈറ്റാക്കി കെട്ടിട്ടാൽ മതി. അപ്പോൾ അഴിഞ്ഞു പോവില്ല കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ തയ്ക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ കുത്തിയെടുക്കുക. അതിനുശേഷം നമ്മളൊരു ബീഡ്സ് നമ്മുടെ നൂലിൽ കോർത്ത് കൊടുക്കുക. സൂചിയിൽ ഒരു ബീഡ്സ് എടുത്ത് നമ്മൾ സൂചിയിൽ കോർത്ത് കൊടുക്കുക. വലതുവശത്തേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് സാധാരണ തയ്ക്കണ പോലെ തയ്ക്കുക. കണ്ടോ? അതിനോട് ചേർന്ന് നിൽക്കുന്ന അടുത്തത് കുത്തിയെടുക്കുക. ബീഡ്സ് ഇട്ടിട്ട് വേണം നമ്മൾ കുത്തിയെടുക്കാൻ. അടുത്ത ബീഡ്സ് നമുക്ക് നെക്സ്റ്റ് അപ്പുറത്തെ സൈഡിലോട്ട്, നമ്മൾ ഏത് വശത്താണോ ആദ്യം ഇട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ അങ്ങോട്ട് അപ്പുറവും ഇപ്പുറമായിട്ട് ഇങ്ങനെ വരും. നമുക്ക് ഒരേ ലൈനിൽ വിട്ടു പോകാം, അപ്പുറവും ഇപ്പുറവും ഇട്ട് വെക്കാം. പിന്നെ നമുക്ക് 2 എണ്ണം അപ്പുറത്തെ സൈഡിൽ, അങ്ങനെ 2 എണ്ണം അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് മാറ്റി മറിച്ചും ഇടാവുന്നതാണ്. ഇപ്പോൾ സൈഡിലിട്ടു. കണ്ട, വളരെ എളുപ്പമാണ്, നല്ല ഭംഗിയാണ്.
കാണാനായിട്ട്. നമുക്കിത് നമ്മുടെ ചുരിദാറിലും നെക്കിൻ്റെ അവിടെയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ സ്ലീവിൻ്റെ അവിടെയൊക്കെ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് താഴെയൊക്കെ ചെയ്ത് കൊടുക്കാം ചുരിദാറിൻ്റെ. പിന്നെ ഒരു ഡിസൈനായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ വർക്കൊക്കെ. നല്ല ഭംഗിയായിരിക്കും. സാരിയിൽ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ബോർഡറിലൊക്കെ ചെയ്യാം, നമ്മുടെ ഷോളിലൊക്കെ ചെയ്യാം. അങ്ങനെ എവിടെയാണെങ്കിലും നമുക്കത് ചെയ്യാവുന്നതാണ്. അപ്പുറം ഇപ്പുറമായിട്ട് നല്ല ഭംഗിയാണ്. വീഡിയോയിൽ അത്ര നമുക്കത് കാണുന്നില്ല, നമ്മൾ നേരിട്ടല്ലാണ്ട് കാണുന്ന അതിലും നല്ല ഭംഗിയാണ്. വീഡിയോയിൽ എത്രത്തോളം നമുക്കതിൻ്റെ ഭംഗി കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അതിലും നല്ല ഭംഗിയാണ്. നമ്മൾ ആ കോമ്പിനേഷനും ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഓക്കെ, നമുക്ക് ഇത്രയും കൂടെ കുറച്ച് തയ്ച്ച് അവിടെ നിർത്താം. നമുക്ക് അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇത് തയ്ച്ച് കഴിയുമ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ സീക്വൻസ് വെച്ചിട്ടുള്ള വർക്കാണ്. നിങ്ങൾ പറ്റുന്നവരൊക്കെ ഇത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. പ്ലെയിനായിട്ടുള്ളതിന് അതിൻ്റേതായ ഭംഗി, ബീഡ്സൊക്കെ വെക്കുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി. സെയിം കളർ ത്രെഡ് തന്നെയാണ് ഞാൻ നമ്മുടെ സീക്വൻസ് വർക്ക് ചെയ്യാനായിട്ടും എടുക്കുന്നത്. നമ്മുടെ ഫ്രഞ്ച് നോട്ടല്ലേ, നമ്മൾ ഫ്രഞ്ച് നോട്ട് ഒരു 3-4 ടൈപ്പ് ഫ്രഞ്ച് നോട്ട് പഠിച്ചിരുന്നില്ലേ? നേരത്തെ കാണേണ്ടവർക്ക് മനസ്സിലാവും. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആദ്യത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ പഠിക്കാൻ പറ്റുന്നതാണ്. ഇത് ലോങ് ഫ്രഞ്ച് നോട്ട് വെച്ചാണ് ഞാൻ ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. ആ സെയിം നൂല് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് സീക്വൻസ് എടുക്കാവേ. നൂല് അടിയിൽ കെട്ടിട്ടെടുക്കാം. ഇപ്പോൾ തയ്ക്കാൻ നമ്മൾ അടിയിൽ നൂലൊന്ന് കെട്ടിട്ടെടുക്കണം, അല്ലെങ്കിൽ അതിന് പൊങ്ങി പോരും. നമുക്ക് ഫ്രഞ്ച് നോട്ട്സിൻ്റെ നോട്ട്സ് ഇട്ട് കൊടുക്കാം. ഒരു 3-4 നോട്ട്സ് ഇട്ട് കൊടുക്കാം, എന്നാലും നമുക്ക് ഇച്ചിരി കാണുന്ന പോലെ വരികയുള്ളൂ. സീക്വൻസ് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ലോങ് ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം. ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ലോങ് ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണിക്കാം. ഇങ്ങനെയാണ് നമ്മൾ ലോങ് ഫ്രഞ്ച് നോട്ട് തയ്ക്കുന്നത്. കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സൂം ചെയ്തൊന്ന് നോക്കി നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമേ. വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റും. ലോങ് ഫ്രഞ്ച് നോട്ടൊക്കെ നമ്മൾ നേരത്തെ എപ്പിസോഡുകളിലുണ്ട്, അവിടെ പോയാൽ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. നമുക്കിത് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം. അതിനുശേഷം സീക്വൻസ് വെച്ചത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.
ഒരു ഫ്ലവറിൻ്റെ പെറ്റൽ പോലെയാണ് ഞാൻ തയ്ച്ചേക്കുന്നത്. ലോങ് ഫ്രഞ്ചിനോടെ കെട്ടിട്ടെടുത്ത് കഴിഞ്ഞ് നമുക്ക് സീക്വൻസ് വെച്ച് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. ആദ്യമേ നമ്മൾ ഫ്രഞ്ച് നോട്ടിന് കുത്തിയെടുക്കുന്ന പോലെ എടുക്കാം. കുറച്ച് ഗ്രീൻ കളർ സീക്വൻസാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നമുക്ക് കുത്തിയെടുത്തതിന് ശേഷം സീക്വൻസ് കോർത്തെടുക്കാം. നോട്ട്സ് നമുക്കെടുക്കാം. സീക്വൻസ് കുത്തിയെടുത്തിട്ട് നമുക്ക് കുത്തിയെടുക്കാം. വളരെ ശ്രദ്ധിച്ച് വേണം നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നോട്ട്സ് എല്ലാം കൂടെ കുരുങ്ങി നമ്മൾ കെട്ടായി പോകും. അപ്പോൾ അത് വളരെ ഒന്ന് ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടെ വേണം അതിനെ താത്തി ഇങ്ങനെ നൈസ് ലൂസാക്കി താഴോട്ട് എടുക്കണം. നല്ല പ്രാക്ടീസ് വേണം നമുക്ക് ലോങ് ഫ്രഞ്ച് നോട്ടൊക്കെ തയ്ക്കാനായിട്ട്. അതിൻ്റെ ഒരു നാക്ക് പഠിച്ചെടുത്താൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാവുന്നതാണ്. നമുക്കിത് ബീഡ്സ് വെച്ച് ഒക്കെ ചെയ്യാവുന്നതാണ്. മൂന്നാല് ഡോട്ട്സ് ഞാൻ നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ചെയ്യുന്നത്, കാണാനായിട്ട് ഇച്ചിരി കണ്ടിരിക്കാൻ. ഇതിങ്ങനെ ചെയ്തിട്ട് നമുക്കിതിനകത്ത് ബീഡ്സും വെച്ച് നമുക്കിങ്ങനെ വലിച്ചെടുക്കാനാണ്. കണ്ട നമ്മൾ സാധാരണ ഫ്രഞ്ച് നോട്ട്സിന് ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി, സീക്വൻസ് വന്നപ്പോൾ അതിനൊന്നുകൂടെ ഒരു എടുപ്പ് കൂടെ വന്നില്ലേ. അപ്പോൾ അതാണ് നമ്മൾ അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയും കൂടെ വരും. രണ്ടും ഭംഗിയാണ്. ലോങ് ഫ്രഞ്ച് അത് നമ്മൾ അതില്ലാതെ ചെയ്യുമ്പോഴും നല്ല ഭംഗിയാണ്. പതുക്കെ ചെയ്യണം കേട്ടോ. നമുക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ കുറേ പതുക്കെ ചെയ്തു തരുന്നത്. നമുക്ക് വേഗം സ്പീഡ് നമുക്ക് പ്രാക്ടീസായി വേഗം ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു തരണേ. നമ്മൾ ഫ്രഞ്ച് നോട്ടൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സാരിയിലും ചുരിദാറിലും ബ്ലൗസിലും എല്ലായിടവും നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഷോളയിലും നമ്മുടെ ഷോളയിലൊക്കെ ബോർഡറായിട്ട്, അതുപോലെ സാരിയിലും ഒക്കെ ബോർഡറായിട്ടും ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഡിസൈൻ. ഈ സ്റ്റിച്ചുകളൊക്കെ ഇതൊക്കെ ഒരുപാട് ഡിസൈൻസുകളുണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് റീലുകളായിട്ടൊക്കെ ഇട്ട് തരാം നിങ്ങൾ പറയുന്ന അനുസരിച്ച്. ഓക്കെ, എല്ലാവരും ഇത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നമ്മുടെ സാരിയിലാണേലും ചുരിദാറിലാണേലും ഒക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു വർക്കാണിത്. അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.